മച്ചമാരെ വാൽമാക്കിന് കേട്ടോ. അപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ തോപ്പരംകുടിയിലെ ഡ്രാഗൺ കുഞ്ഞുങ്ങളെ ഇറക്കി കളിച്ചായിരുന്നു, എന്ന് വെച്ചാൽ ഗോഡ്സിലെ കുഞ്ഞുങ്ങൾ. അപ്പോൾ നമ്മുടെ കോങ് കുഞ്ഞുങ്ങളെ കണ്ടില്ല എന്ന് പലരുടെയും പരാതി തീർക്കാൻ വേണ്ടി നമ്മൾ കോങ്ങിനെ ഇറക്കി കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കോങ്ങിൻ്റെ ഭയങ്കര വായനാറ്റം ഇവിടെ അടിക്കുന്നുണ്ട്, കാരണം അലറുമ്പോൾ നല്ല പേടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കോങ് വേറെ ലെവലാണോ വേറെ മോഡേഷനാണോ എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ സൻഹോക്ക് മാപ്പിലാണ് നിലവിൽ ഈ സാധനം കാണുന്നത്. അപ്പോൾ പ്ലെയിനിൽ കയറിയിട്ട് നമുക്ക് ചെറിയൊരു എക്സ്പെഡീഷനും കാര്യങ്ങളും നടക്കണം. അപ്പോൾ താഴത്തൊരു കോങ് അവിടെ കിടന്ന് നെഞ്ചത്തിൽ തളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കണം. മരണവെപ്രാളത്തിൽ പോലും ഇങ്ങനെ കരയുന്നത് കേട്ടിട്ടില്ല. എന്നാലും നമ്മൾ കോങ്ങിൻ്റെ അടുത്തേക്ക് പോകുന്നു ചോദിച്ചു. അപ്പോൾ കോങ് താഴത്ത് ആരെയോ നോക്കി എന്തോ നോക്കി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. കോങ്ങിൻ്റെ മേത്ത് ചാടിയ കോങ് ദേഷ്യം വന്നിട്ട് കോങ് അടിച്ചിടിച്ച് അച്ചാറാകുമെന്ന് കണ്ടറിയാം. അവ കറക്റ്റ് നമ്മുടെ കോങ്ങിൻ്റെ തലമണ്ടയിലേക്കാണ് ചാടിയേക്കണേ. അപ്പോൾ കോങ്ങിൻ്റെ അടുത്ത് എത്തി. യെസ് ദിസ് ഈസ് കോങ്. ഹലോ മിസ്റ്റർ കോങ്, എന്താ സുഖമല്ലേ? മേത്ത് നല്ല പൂടയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് മാറി ഇറങ്ങുന്നു. അല്ല വല്ലപ്പോഴൊക്കെ ഷേവ് ചെയ്യാം മിസ്റ്റർ കോങ്. അപ്പോൾ കോങ്ങിൻ്റെ അലറിയ വായനാറ്റം നമ്മുടെ മേത്തേക്ക് അടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത് തന്നെ ഒരു എയർ ഫ്രഷ്നർ തപ്പി ഇറങ്ങുകയാണ്. അപ്പോൾ നല്ലൊരു എയർ ഫ്രഷ്നറും കാര്യങ്ങളും ഇവിടെ കിട്ടുമെന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗോഡ്സില്ല അതിൻ്റെ ഇടയ്ക്കടെ പോകുന്നു. ഒരാവശ്യമില്ല, എന്നാലും ഇത് ഗോഡ്സില്ലൊന്നുമില്ല, ഏതോ ഒരു ഓന്ത് വീർത്തിരിക്കണമെന്ന് മനസ്സിലായി. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ലൂട്ടും കാര്യങ്ങളാണ് ഏറ്റവും ആവശ്യമുള്ളത്. കോങ്ങിനെ നോക്കണ്ട, ഗോഡ്സിലെ നോക്കണ്ട. ഗോഡ്സിലായിട്ട് കൂട്ടത്തില്ല. അതിനിടയ്ക്ക് ഒരു മാമൻ ഹെലികോപ്റ്ററായിട്ട് വന്നിട്ട് അതും പൊട്ടിത്തെറിച്ച് ഒരു ചെറിയ ഓന്ത് മരിച്ചിരിക്കുന്നു. അപ്പോൾ ഗോഡ്സില്ല വേഴ്സസ് കോങ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്രത്യേക മുഡേജായ ഒരു ഡാസിയും കാര്യങ്ങളും പുതിയതായിട്ട് വന്ന ഒരു ഡാസിയാണെന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും വെറുതെ എന്ന് വെച്ചാൽ 2 പേർക്ക് മാത്രമാണ് കയറാൻ പറ്റുള്ളൂ. 4 പേര് കയറി മാത്രമാണ് നമുക്ക് സീറ്റ് ബെൽറ്റിലും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ 2 പേരേ ഉള്ളൂ. സീറ്റ് ബെൽറ്റ് ഇടണോ വേണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം 2 വീലറിന് സീറ്റ് ബെൽറ്റ് ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായും ഇതിന് സീറ്റ് ബെൽറ്റ് ആവശ്യമില്ല എന്ന് തന്നെ തോന്നുന്നു. പക്ഷേ 4 വീലുണ്ട്, എന്ത് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാം വിചാരിച്ചു കാണും വാൽമാക്കി പ്രാന്തായിരുന്നു. വായിട്ടൊന്നും വിളിച്ചു പറയുന്നതല്ല. നമ്മുടെ കിങ്കോങ് വേഴ്സസ് ഒരു മോഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ചൈനീസ് ബീറ്റിയിൽ. അത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് കുറച്ച് മുഡേഴ്സായിട്ട് വായി തോന്നിയതൊക്കെ ജസ്റ്റ് അങ്ങ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. വായി തോന്നിയെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുമാതിരി കുന്തംകുളം ഭാഷയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് മനസ്സിലായി. എന്നിരുന്നാലും നിങ്ങൾക്ക് വീഡിയോ ആണ് കൂടുതൽ എൻജോയ് ചെയ്യണേ, അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോങ്ങിനെ DM പോയാൽ നമ്മൾ പഞ്ഞിക്കാവുന്ന മനസ്സിലായി. പിന്നെ അതിൻ്റെ വായനാട്ടം ഒട്ടും തയ്ക്കണമില്ല. അപ്പോൾ സംഭവം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എല്ലാം കൂടെ ലോങ് പെർസ്പെക്റ്റീവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. കോങ് നമ്മുടെ അടുത്തേക്ക് വരുന്നു, നമ്മൾ കോങ്ങിനെ നോക്കിയിരിക്കുന്നു, കോങ് നമ്മൾ നോക്കിയിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു മാമൻ പാരഷൂട്ടിൽ നിന്ന് തീ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കറക്റ്റായിട്ട് തന്നെ അറിയാം. എന്നിരുന്നാലും കുഴപ്പമില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഹെലികോപ്റ്ററൊക്കെ ആയിട്ട് അടിക്കാൻ പോവാണ്. വലിയ കാര്യമൊന്നുമില്ല. ഈ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് നമുക്ക് എവിടെ നിന്ന് വന്നതെന്നറിയോ? സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ എറാങ്കൽ മാപ്പിൽ ഒരു എയർക്രാഫ്റ്റ് വന്നിട്ടുള്ളത് അതേ കോൺസെപ്റ്റ് എൻ്റെ അടുത്ത് സൻഹോക്ക് മാപ്പിലും ഒരു സംഭവം വന്നിട്ട്. അപ്പോൾ നൈസ് 2 അടി അടിച്ചപ്പോൾ കോങ്ങിന് കൊള്ളണമെന്ന് മനസ്സിലായി. അപ്പോൾ എത്ര പേര് അടിച്ചാലാണെങ്കിൽ കോങ് ചാവണേന്ന് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ കോങ് ചത്താൽ നമുക്ക് എന്താ കിട്ടണമെന്ന് നമുക്ക് അറിയത്തില്ല. എന്നിരുന്നാലും കോങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചുറ്റുപോടുകയാണ്. അപ്പോൾ ഹെലികോപ്റ്റർ മേലേക്കടെ ശല്യപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ കോങ് നമ്മളൊന്നും ചെയ്യില്ല. ഇനിയിപ്പോൾ കോങ് അടിച്ച് പഞ്ഞിക്കിട്ടല്ല നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ വായനാറ്റം നല്ലൊരു ഡിയോഡ്രൻറ്റോ അല്ലെങ്കിൽ നല്ലൊരു മൗത്ത് ഫ്രഷ്നറോ യൂസ് ചെയ്താൽ മതി എന്ന് ഇവിടെ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലേ? മിസ്റ്റർ കോങ്, താങ്കളിത് മനസ്സിലാക്കണം. നമ്മുടെ പിള്ളേരൊക്കെ താങ്കളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടാൽ തന്നെ അറിയത്തില്ലേ? അമാനുഷികമായി താങ്കളെ പഠിച്ചിരിക്കുന്നുണ്ട്. താങ്കൾക്ക് ഇതിനെപ്പറ്റി അധികാരമായിട്ട് എന്താണ് പറയാനുള്ളത്? കുറേ തെങ്ങും കറികളും ഉള്ളതുകൊണ്ട് നല്ലൊരു ഇളനീര് ഇട്ട് കുടിക്കുക എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ 360 റൗണ്ടിലും കറികളൊക്കെ കോങ്ങിനെ നമ്മൾ സ്പെക്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മസിലൊക്കെ പെരുപ്പിച്ച് ജിമ്മിൽ പോകേണ്ട ഈ മാതിരി ബോഡിയും കറികളൊക്കെ കാണിച്ചുകൊണ്ട് താൻ എങ്ങോട്ട് പോകണം മിസ്റ്റർ കോങ്? ഞാൻ ചോദിക്കുകയാണ്. താങ്കൾ
നെഞ്ചത്തിടിച്ച് അലറാതെ വയനറ്റം കടിക്കാതെ തങ്ങൾ ഒരു നല്ലൊരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മോട്ടേജ് കയറുന്നു പെവടേജ് കയറുന്നതൊക്കെ അത്രയുള്ളൂ. എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു. ഏകദേശം വീഡിയോയും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കോങ്ങിനൊരു ബിഗ് ഷൗട്ട്, എനിക്കൊരു ബിഗ് ഷൗട്ട്. പറ്റുമെങ്കിൽ എല്ലാവരും മുത്തുമണീസ് ഒന്ന് ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഇത്രേ ഉള്ളൂ. മാനത്തുനിന്ന് 2-3 ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ പൊങ്ങിയതല്ലേ, അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വണ്ടി എടുത്തോണ്ട് കോങ്ങിനെ ഇടിച്ചിട്ട് വലിയ കാര്യമുണ്ടോ എനിക്കറിയത്തില്ല. നല്ല രീതിയിൽ നല്ലൊരു ചവിട്ടിയിട്ട് സ്ഥിതിക്കും നമ്മൾ പൊട്ടിത്തെറിക്കുമെന്ന് മനസ്സിലായ സ്ഥിതിക്കും നമ്മൾ പെട്ടിയായിരിക്കും. ഓക്കെ ബൈ ടാറ്റ.